തല്ലിന്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അതിനുള്ള അധികാരം തല്ലിന്റെ ആവശ്യമൊന്നുമില്ല. ഒരു യാത്രക്കാരൻ അടിച്ചു കൊടുക്കണം. തല്ലിന്റെ ആവശ്യം സാറേ, ഞാൻ മാവേലിക്കരയിൽ നിന്ന് ആലുവയ്ക്ക് വേണ്ടിയിട്ട് സ്ലീപ്പർ ക്ലാസ്സിൽ ഞാൻ ടിക്കറ്റ് എടുത്തിട്ടാണ് മാവേലിക്കരയിൽ നിന്ന് ഞാൻ കയറുന്നത്. എന്നിട്ട് അപ്പൊ മാവേലിക്കരയിൽ നിന്ന് കയറുമ്പോ എന്നോട് കൗണ്ടറിൽ നിന്ന് പറഞ്ഞിരുന്നു 11-12 ആണ് ഈ കയറേണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ 11-12 ചെന്നപ്പോ ഭയങ്കര തിരക്ക്. ചില TTIമാർക്കും ചില കണ്ടക്ടർമാർക്കും ഒക്കെയുള്ള ഒരു വിചാരമാണ് വണ്ടി അല്ലെങ്കിൽ ബസ് അല്ലെങ്കിൽ ട്രെയിൻ അവരുടെ സ്വന്തമാണെന്നുള്ളത്. അത് സ്വന്തമാണെന്ന് മാത്രമല്ല, അതിന് തോന്നൽ മാത്രമല്ല, അവളെ കയറി ഭരണം തുടങ്ങിയാണ്. ചിലരൊക്കെ ഭയങ്കര ഭരണങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിൽ ഇപ്പോൾ ഈ നടന്ന സംഭവം എല്ലാ ബസ് കണ്ടക്ടർമാരെ എല്ലാവരെയും അല്ല പറഞ്ഞാൽ ചില ആളുകളുടെ അറിയാണ് പറഞ്ഞത്. നല്ല ആൾക്കാരും ഉണ്ട്, TTIയിലാണെങ്കിൽ നല്ല ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും ഇതുപോലുള്ള ചില എണ്ണങ്ങളൊക്കെയാണ്. സ്വന്തം അച്ഛൻ്റെ പ്രായമില്ല, അയാളെ കയറി തല്ലേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അയാൾ ചിലപ്പോൾ മാറി കയറി അയാൾ അതിൻ്റെ റീസൺസ് പറയുമ്പോഴും ഇയാൾ വലിയൊരു അധികാരഭാഗത്തോട് കയറി തല്ലേണ്ട ആവശ്യമൊന്നുമില്ല. തീർച്ചയായിട്ടും ഇത് സർക്കാർ ഗവൺമെൻറ്റൊക്കെ ഇതിനെതിരെ നടപടി എടുക്കേണ്ട കാര്യമാണ്. യാത്രക്കാരോട് മാന്യമായിട്ട് പെരുമാറേണ്ട കടന കണ്ടക്ടർമാർക്ക് ബസ് ജീവനക്കാർക്കും ട്രെയിൻ ജീവനക്കാർക്കും ഉണ്ട്. നേരെ തിരിച്ചും അങ്ങനെ തന്നെ ആവും. യാത്രക്കാരും അവരോട് മാന്യമായിട്ട് പെരുമാറിയാൽ കാര്യമില്ല. പിന്നെ തീർച്ചയായിട്ടും യാത്രക്കാരോട് ശല്യമുണ്ട്, തീർച്ചയായിട്ടും അവരും പ്രതികരിക്കാൻ ബാധ്യസ്ഥരാണ്. പക്ഷേ എന്നിരുന്നാലും ഒരു തെറ്റും ചെയ്ത് ഇദ്ദേഹത്തെ കയറി തല്ലിയത് വളരെ വളരെ തെറ്റാണ്. തീർച്ചയായിട്ടും നടപടി എടുക്കേണ്ടി വരും.